മൂവി കണ്ട മധുവിത് കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടാത്തവർക്ക് കെട്ടാൻ തോന്നുമോ? കെട്ടാത്തവർക്കും കെട്ടാൻ തോന്നും, കെട്ടിയവർക്ക് കെട്ടാൻ തോന്നുന്നു. അസിസിക്ക് മധുവിത് ഒക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഇന്റർവ്യൂണ്ടല്ലോ എപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അന്ന് ചപ്പുക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചേച്ചിനെ കണ്ടപ്പോ ഉള്ള ഒരു മനസ്സിൽ വന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഓക്കെയാണ് പരിപാടി. ഫ്യൂച്ചറിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതൊക്കെ എനിക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ എന്റെ ലൈഫില്. എന്താ ചെറുപ്പക്കാർ ഈ മധുവിധിയില് ആക്ച്വലി എന്താ ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കാരണം ഇതിന്റെ മൂവീസും അല്ലെങ്കിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങളുടെ മധുവിധിന് സ്യൂട്ട് ആകുന്ന ഒരു റൊമാൻറ്റിക് സോങ്? ഓക്കെ, വിഷ്ണു ചേട്ടനോ? എനിക്ക് പറ ചെറുപ്പക്കാർ. സുന്ദരൻ ഞാൻ സുന്ദരൻ നീയും ചേർന്നുള്ള തിരുവോണം. ചെറുപ്പിക്ക വസീകരണ മേലെ ഞാൻ എന്ത് പറയാനോ, ഒന്നും പറയാനില്ല. ഇത് പറ, മറ്റേത് പറ. ആഷിക് ഖാനെ. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് മധുവിധു എന്ന മൂവിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട അസിസിക്ക, ഷർഫിക്ക, കല്യാണി, വിഷ്ണു ചേട്ടൻ ആൻഡ് സഞ്ജു ചേട്ടൻ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. അതെ, 4 നമസ്കാരം. ഇരിക്കട്ടെ. ഉഷാറല്ലേ? ലാസ്റ്റ് ഇന്റർവ്യൂ ആണോ ഇത്? യെസ്. അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കണം. സ്കൂളിൽ വിടാൻ നേരത്ത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കില്ലേ? അത് വിടാൻ നേരത്ത് ഭയങ്കര വിഷമമാണ്. സാറ് പോയാലും ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഇനി സ്പെഷ്യൽ ക്ലാസ് വരുമ്പോ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ മധുവിധു എന്ന് കേൾക്കുമ്പോ ഹണിമൂൺ എന്നാണല്ലോ. ആ ഒരു ടീം തന്നെയാണോ? വിഷ്ണു ചേട്ടനോട് ആദ്യം ചോദിക്കാം. അല്ല, മധുവിധു നടക്കാത്ത കുറച്ച് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളാണ്. ഹണിമൂൺ അല്ല, മധുവിധു നടക്കാതെ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാര്. ഓഹോ, അങ്ങനെയാണ്. വിഷ്ണു ചേട്ടൻ മാരീഡ് ആണോ? അതെ. റിയലിസ്റ്റിക് എന്തെങ്കിലും അതിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് അങ്ങനെ ഒരു ഒരാൾക്ക് അങ്ങനെ ഒരു നമ്മുടെ റൈറ്റേഴ്സിന് അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. പേര് പറയാൻ പഠിക്കണ്ട, ജയവിഷ്ണു എന്നൊക്കെ പറഞ്ഞു. 2 റൈറ്റേഴ്സ്, ജയും ബിബിനും. രണ്ടുപേരും 2 ആൾക്കാരാണ്. അവർക്ക് 2 പേർക്കും ഇങ്ങനെ ഒരു അല്ലെങ്കിൽ അവർക്ക് ഇത് തന്നെ ചിന്ത അതായിരിക്കും. അല്ല, ഈ മൂവി കണ്ട മധുവിധു കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടാത്തവർക്ക് കെട്ടാൻ തോന്നുമോ? യെസ്, കെട്ടാത്തവർക്കും കെട്ടാൻ തോന്നും. കേട്ടാൻ തോന്നരുത്. അല്ല, ഇപ്പത്തെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ആരും കെട്ടുന്നില്ല. ഒരു എന്താ, അവർക്ക് ലൈക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അങ്ങനെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, അല്ലാതെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഇത് കാണുമ്പോ തോന്നട്ടെ അല്ലേ? അറിയില്ല, പക്ഷെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. സന്തോഷം കാണുമ്പോഴെങ്കിലും നമ്മളെ റൈറ്റർ ബിബിന് തോന്നട്ടെ, ആദ്യം നമ്മുടെ റൈറ്ററിന് തോന്നട്ടെ എന്നല്ലേ? ഓക്കെ. മധുവിധിയില് എന്താണ് ക്യാരക്ടർ? എന്താ അതുപോലെ ഞാന് നമ്മളെ ഒരു കുടുംബത്തിലെ ഒരാളാണ്. മധുവിന്റെയും വിധുവിന്റെയും ഇടയിൽ നിൽക്കുന്നത്, മധുവിന്റെയും വിധുവിന്റെ ഇടയിൽ നിൽക്കുന്ന. ഓക്കെ. അപ്പൊ കുടുംബകൽക്കാണോ? അങ്ങനെയല്ല. ഓക്കെ. എല്ലോ കണ്ണേറൊക്കെ ഉണ്ട്. ഈ ടീച്ചറിൽ കണ്ടു മറ്റേ ഡോറിന്റെ അവിടെ ചെറിയൊരു നമ്മൾ ആരാന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു സംഭവം ഇല്ല? അത് പീപ്പിംഗ് ഹോളാ ആണോ? പരിപാടി അതാ. സ്വന്തം റൂമിൽ തന്നെ അങ്ങനെ നോക്കണം. ഇല്ല, സീരീസിലുണ്ടാവും അല്ലെ? ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സഞ്ജു ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ് സീരീസും കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പല ക്യാരക്ടേഴ്സും ഏകദേശം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതിലേക്ക് ഈ ഒരു ടീമിന്റെ ഒപ്പം വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മധുവിധു? മധുവിധു നല്ല ഒരു പടമാണ്. 1 2 പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഈ ക്യാരക്ടറുകളുടെ കൂടെ
എല്ലാവരുടെയും കൂടെ അല്ലല്ല ക്യാരക്ടറല്ല അസിസിക്ക ഷർഫിക്കയുടെ കൂടെ ഉള്ളൊരു ത്രൂ ഔട്ട് ഒരു പരിപാടിയാണ് എനിക്ക് സിനിമയ്ക്കകത്ത് അവര് എഴുതി തന്നേക്കുന്നത്. ഓക്കെ പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ഭയങ്കര എളിമയാണ് സഞ്ജു എനിക്ക് വേണ്ടി ചേട്ടൻ. വോട്ട് ചെയ്യാന്ന് പറഞ്ഞു അത് മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ മാത്രം പറഞ്ഞാൽ സഞ്ജു ചേട്ടൻ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സഞ്ജു ചേട്ടൻ ആ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെയാണ് എന്റെ ഒറ്റയ്ക്ക് മനസ്സിൽ കിട്ടണം. വരുന്നത്. ആണല്ലേ? എന്നൊക്കെ ഇത്ര ഒരു നേരം special- അവിടെ അതായിരുന്നു ആ റൂമിനകത്ത്. ആ അതെ. അപ്പൊ സ്പെഷ്യൽ ഇന്റർവ്യൂ എടുക്കാം. കല്യാണി, യെസ് കല്യാണിയുടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ബിന്ദു ചേച്ചി ഉണ്ട്, സായി സാർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മോളുമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നോ? അതെ. ആ. അറിയില്ലായിരുന്നു. ആ. ഞാൻ ഈ പടത്തിൽ ഇന്നായി കഴിഞ്ഞ് ആ. പിന്നെയാണ് അറിയണത്. ആ. അച്ഛൻ സായിച്ചൻ ചെയ്തത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചപ്പോ കേട്ടു. വീട്ടിൽ കുഴപ്പമില്ല ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ അറിയില്ല അച്ഛനായിട്ട്. അതാണ് സത്യമായിട്ടും നല്ല പേടി ഉണ്ടായിരുന്നു. ആ, വീട്ടിലെ അച്ഛനായിരുന്നോ നല്ലത് അതോ മധുവിധിലെ അച്ഛനായിരുന്നോ നല്ലത്? അത് പറയുന്നത് നമുക്കറിയില്ല. ഇല്ല, മധുവിധുവിലെ അച്ഛനും നല്ലതാണ്, എന്റെ അച്ഛനും നല്ലതാണ്. ഓക്കെ. മധുവിധുവിലെ പപ്പ. നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ള സാഹചര്യം ഇഷ്ടം. മധുവിധയിലെ സായി ചേട്ടൻ അല്ലല്ല മധുരല്ല, മറ്റേ വില്ലൻ ക്യാരക്ടർ അല്ലാതെ ജീവിതത്തിലെ അതെ സാഹചര്യം അതെ 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 പക്ക അടിപൊളിയായിരുന്നു. അസീസയ്ക്ക് മധുവിധമൊക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചോദിക്കണേ. പുള്ളി മനുഷ്യനല്ലല്ലോ. കണ്ണീര് എന്നിട്ട് പ്രോഗ്രാം അങ്ങനെ സ്റ്റേജ് ഷോ തിരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല. പിന്നെ നീ ഓരോരുത്തർക്കായിട്ട് പറയണോ? എടുത്ത് കണ്ടാ മതി യൂട്യൂബിൽ ഇഷ്ടമുണ്ട്. അടുത്ത് ഇഷ്ടമുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലോ. എപ്പോഴും പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ പ്ലീസ്. ഓക്കെ, അന്ന് ഞാൻ അത് സ്കിപ്പ് അടിച്ചേക്കുന്നു. ഈ മധുവിധ് പോയതില് ഏറ്റവും അല്ല പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അന്ന് ഷർഫുക്കയുടെ അങ്ങനെയല്ല, ഷർഫുക്കയുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇപ്പൊ അറേഞ്ച് മാരേജ് ഒക്കെ വെക്കുമ്പോ കുറച്ച് നാണവും കുറച്ച് ഇതൊക്കെ ഉണ്ടാവൂല. അപ്പൊ ഷർഫുക്ക പെണ്ണ് കാണാൻ പോയപ്പോ അങ്ങനെ ബ്ലെസ്സിങ്ങോ? അല്ല, ലവ് മാരേജ് പോലെ അല്ലല്ലോ. നമ്മള് പേരൻസ് ആയിട്ട് കണ്ടുപിടിക്കുന്ന അധികം മിണ്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചേച്ചിനെ കണ്ടപ്പോ ഉള്ള ഒരു മനസ്സിൽ വന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഓക്കെയാണ് പരിപാടി. ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെയായിരുന്നു തോന്നിയത്? ഓക്കെ. കല്യാണിയോട് പിന്നെ ചോദിക്കാനായിട്ട് ആയിട്ടില്ല. അതായത് കല്യാണിയോട് ചോദിക്കാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ ക്യാരക്ടർ ഇപ്പൊ ചെയ്തല്ലോ. ഇപ്പം ഈ ഫിലിമില് വിവാഹം കഴിഞ്ഞുള്ള ഇതാണോ കൂടുതൽ അതോ അല്ലെ? അപ്പം ഇനി ഫ്യൂച്ചറിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുമ്പോ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതൊക്കെ എനിക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ എന്റെ ലൈഫില്. എന്താ ചെറുപ്പക്ക എനിക്ക് ചോദിക്കണ്ടേ? അല്ല, ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങണേ ഉള്ളേ. എനിക്ക് എങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്. പറയാറായിട്ടില്ല. വളർന്നോട്ടെ. ഇല്ല സഞ്ജേട്ടാ, വെട്ടയ്ക്ക്. ഓക്കെ. സഞ്ജു ചേട്ടന്റെ ലവ് മാരേജ് അയ്യോ ഇനി ചോദിക്കല്ലേ. ആ കഥ ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു സഞ്ജു ചേട്ടൻ പറഞ്ഞെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അല്ല, ഞാൻ ആകെ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് പെണ്ണ് കാണാൻ പോയില്ല. ചിലപ്പോ എല്ലാരും കണ്ട ചിലപ്പോ എല്ലാരും എനിക്ക് ഇഷ്ടപ്പെടും. ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. അതെന്താ അങ്ങനെ എല്ലാരും? ഞാൻ വെറുതെ പറഞ്ഞു. അത് കട്ട് ചെയ്ത് കറക്റ്റാ പറയുകയും ചെയ്യും. അതെ ചേച്ചി കാണുകയും ചെയ്യും. എനിക്ക് ഫസ്റ്റ് ഒരു പെണ്ണെ കണ്ടുള്ളൂ, പക്ഷെ എല്ലാം ഇതും വരും. ഏട്ടാ, ആദ്യത്തെ അവസാനത്തെ പെണ്ണാണല്ലേ? ഒറ്റ പെണ്ണാണല്ലോ മതി ഞാൻ തീരുമാനിച്ചു. ഓക്കെ ഫിക്സ് ആക്കി. ഓക്കെ. ഇപ്പൊ ഇതിന്റെ പോസ്റ്ററിൽ ഇങ്ങനെ വീട് ഇങ്ങനെ ഒരുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർ അങ്ങനത്തെ ഒരു പോസ്റ്റർ ഉണ്ട്. സാധാരണ ഈ കല്യാണമൊക്കെ അടുക്കാറാകുമ്പോഴാണ് നമ്മുടെ വീടൊന്ന് മിനുക്കാനൊക്കെ പൊതുവെ എല്ലാവരും പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു പ്രായപൂർത്തിയായ ആണും കുട്ടി ഉണ്ടെങ്കിൽ ആ കല്യാണം ആയ മോളുടെ അങ്ങനെ ഒരു പൊതുവെ. അപ്പം ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാ? അസീസിക്കയുടെ കല്യാണം എടുക്കാറായപ്പോഴത്തേനും പെയിന്റ് അടിക്കാനും അങ്ങനെയൊക്കെ റൂമുകളൊക്കെ കുറച്ചും കൂടെ ഭംഗിയാക്കാനൊക്കെ പ്രൊമോഷൻ ആണോ അതോ അതുമായിട്ട് കണക്ട് ചെയ്യണ്ടേ? ഇപ്പൊ അവിടെ ഒരു വീട് കാണിച്ചു, ഞാൻ പെയിന്റ് പറഞ്ഞില്ലല്ലോ. അങ്ങനത്തെ എന്തൊക്കെ പെയിന്റ് അല്ല, അങ്ങനത്തെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? ആദ്യം എന്നെ മാറ്റി വീട്ടിൽ നിന്ന്.
അങ്ങനെയൊന്നല്ല, ഇത് ഓർമ്മ പോലും ഇല്ല. ചില പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഓ അത്രയും കൊല്ലായോ കല്യാണം കഴിഞ്ഞിട്ട്? പിന്നെ 43 വർഷമായില്ലേ ഓ കല്യാണം കഴിഞ്ഞിട്ടോ? പ്രായം. കല്യാണം കഴിഞ്ഞ്. പ്രായമല്ല, കല്യാണം കഴിഞ്ഞിട്ട് 43 വർഷം. എന്റെ പൊന്നു മക്കളെ ഇങ്ങനെ മണ്ടിയായി പോയിരുന്നു കേട്ടോ. ഇല്ല അങ്ങനെയല്ല. അല്ല 43 കൊല്ലം എന്ന് പറയുമ്പോ ഇക്കാക്ക് 65. ഇല്ല എനിക്ക് വിശ്വസിച്ചില്ല ഞാൻ, അതുകൊണ്ടല്ല. പറ, അങ്ങനെ ഒരു മാറ്റങ്ങൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച്? പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കും. പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ ഒരു വീട്ടിൽ ഉണ്ടായില്ലേ? ആ മാറ്റങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോ ചില സാധനങ്ങൾ മാറ്റി ചില സാധനങ്ങൾ മേടിക്കും. പുതിയതായിട്ട് വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കേണ്ടിക്ക് വരും. അങ്ങനെ കുറച്ചൊരു പെങ്കൊച്ചു വന്ന് കയറുമ്പോൾ ഉള്ള ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ ഈ സിനിമയിലുണ്ട്. ഈ റൈറ്റർ ഇപ്പൊ ജയിച്ചേട്ടനായാലും ഷർഫുക്കായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾ പെക് ഡിറ്റക്റ്റീവിലുണ്ട്, ഓക്കെ ഓക്കെ മോഹത്തിലുണ്ട്. അപ്പൊ ഷർഫുക്കായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് റൈറ്ററിനെ തോന്നിയേക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ റൈറ്റർ എഴുതിയപ്പോ തന്നെ ഷർഫുഖിനെ തന്നെയാണ് പ്ലേസ് ചെയ്തത്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. 12ാമത്തെ ചോദ്യം. അവൻ എഴുതി ശുഭം എന്ന് എഴുതിയിട്ട് ഓക്കെ തൃക്കാക്കരക്ക് ഒരു ഊബർ ഇടും. ആദ്യമൊക്കെയോട് പറയും. ഓക്കെ, ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടാവൂല ഈ ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടറിന്റെ നെയിം എന്താണ്? അമൃതരാജ്. അമൃതരാജ്, അമ്മൂന്ന് വിളിക്കും. അമ്മൂന്ന് വിളിക്കും. അമ്മു എന്ന അമൃതരാജ്. സർവമയത്തിൽ മറ്റേ ഇന്ദൂട്ടിന്ന് വിളിക്കുന്ന പോലെയാണ്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ നെയിംസ് ആണല്ലോ, ക്യൂട്ട് നെയിംസ്. നല്ലല്ലേ? നല്ലതാണ്. അമ്മൂന്ന് വിളിക്കും. അപ്പൊ കല്യാണിയും അമ്മു എന്നാണ് വിളിക്കുന്നത് സിനിമയില്. ഞാൻ അമൃതരാജ് എന്നുള്ള പേരേ മറന്നുപോയി. അമ്മൂന്നാണ് വിളിക്കുന്നത്. ഷർഫിക്കയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോ ഓർക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, ഈ മധുവിധയില് ആക്ച്വലി എന്താ ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കാരണം ഇതിന്റെ മൂവീസും അല്ലെങ്കിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് തോന്നുന്നുണ്ടോ? റൊമാൻറ്റിക് ആണോ ഫീൽ ഗുഡ് ആണോ? റൊമാൻസ് മാത്രമുള്ളോ എന്ന് ഉദ്ദേശിച്ചത്, ക്രൈം ഞാൻ പറഞ്ഞില്ല. ഫീൽ ഗുഡ് മൂവി ആയിട്ടാണോ കമന്റുകളൊക്കെ കണ്ടത്? അപ്പം എങ്ങനെയാണ് അതിന്റെ ജോണർ? റൊമാൻസ് ആണോ? അതിലെന്തെങ്കിലും ട്രാജഡി ഉണ്ടോ? അത് ഫുൾ ഇങ്ങനെ എന്താ റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചാണോ പോകുന്നത്? ഇതൊരു ഫാമിലി റോം കോം എന്റർടൈനർ എന്നൊക്കെ പറയുന്ന, നമ്മള് വിഷുവിനൊക്കെയാണ് സിനിമ വരാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു സിനിമയാണ്. ഹാപ്പി ഫാമിലി സിനിമ. ചിരിക്കാനുണ്ട്, ചിരിക്കാൻ ഒരുപാടുണ്ട്. ഇട്ടിട്ടുണ്ട്. ചിരിച്ചാ കൊള്ളാം. ഞങ്ങള് ചിരിക്കും. സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്, പ്രേമമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഇതാണ്. ഇതിന്റെ ബാക്കിലത്തെ കുറച്ച് ജഗദീഷ് ചേട്ടൻ അസീസിയൊക്കെ ഭയങ്കര സ്റ്റെപ്പ് ഒക്കെ വെക്കണം കണ്ടു. നിങ്ങൾ കോമഡി സ്റ്റാർസിൽ വെക്കുമ്പോ ജഗദീഷ് ചേട്ടൻ ജഡ്ജ് ആയിരുന്നു, അസീസിക്ക് അതിലെ കോണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അയ്യോ സത്യത്തിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഷർഫിക്കോട് ചോദിച്ചോക്ക്, എല്ലാരും ഇത് തന്നെയാണോ ചോദിച്ചേക്കുന്നത്? എന്താ മാറ്റി ഞാൻ പ്രിപ്പയർ ചെയ്ത് അവർ ചോദിക്കുന്നത് ഞാൻ അറിയോ? അല്ല എന്നാലും പറയാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴത്തേനും ആ സമയത്തെ അല്ല ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരുപാട് ഇങ്ങനെ ജഡ്ജ്മെന്റിൽ കറക്ഷൻസ് എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നാണ്. ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാനും കേട്ടു ജഗദീശ്വരൻ അസീസിക്കനെ പറ്റി പറയുന്നതാണ്. അസീസ് ഇപ്പൊ ഇതുപോലെ തന്നെ ജഗദീശ്വരനോട് ചോദിച്ചേക്കുന്ന ഒരു ബൈറ്റ് ഞാൻ കണ്ടതാണ്. അസീസ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ തന്നെ അറിയാം അവൻ ഇനി അടുത്ത സിനിമയിലോ ഒരു വലിയൊരു മാണിക്കക്കല്ലായിട്ട് മാറുമെന്ന് ഇങ്ങനെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അത്ര കോൺഫിഡൻസ് ആയിട്ട് ജഗദീഷ് ചേട്ടന് അങ്ങനെ പറയാൻ കാരണം? നാളെ ജഗദീശനാണോ ഇന്റർവ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്? മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇല്ല, എനിക്ക് അത് അറിയത്തില്ലല്ലോ. അത് ഓരോരുത്തർ തോന്നുന്നത്. ഞാൻ പറയല്ലേ, കുട്ടി നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് തോന്നിയതല്ലേ. എനിക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ ഇത് ലാസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് ഉഴപ്പാൻ വേണ്ടി വന്നിരിക്കുക. ഇത് കണ്ടോ, ലാസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് എങ്ങനെങ്കിലും അങ്ങ് ഊരി പോണം. ലാസ്റ്റ് ഞങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് ഇന്റർവ്യൂ കൈകാര്യം ചെയ്യുന്നത്. എല്ലാരും എന്ത് ഫണ്ണാണ്. ഈ ലാസ്റ്റ് ഇന്റർവ്യൂ എന്ന എല്ലാ ഫ്രഷ് ക്വസ്റ്റ്യൻസും പോയി. ഇത് ആദ്യം കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഫ്രഷ് ആയിട്ട് തോന്നിയാണ്. കല്യാണി ഇനി ഇതും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ടർബോയിലെ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിക്കാത്തത്. ടർബോയിലെ ബിന്ദു ചേച്ചിയുടെ ഒരു ക്യാരക്ടർ
ടർബോയില് ബിന്ദു ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അതെന്ന് വെച്ചാൽ ബിന്ദു ചേച്ചിനെ ഏജിനെക്കാളും കൂടുതലായിട്ടുള്ള അത് ഭയങ്കര ഒരു എന്താ പറയാ ചലഞ്ചിങ് ആയിട്ടും തോന്നാം, എന്നാൽ അത് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഒരു ആ ക്യാരക്ടർ നേരിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം അപ്പൊ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ എന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്ക് ആണല്ലോ പിടിച്ചേക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ കണ്ടതിന് ശേഷം കല്യാണിക്ക് എന്താ തോന്നി? ടർബോ എന്ന് പറയുമ്പോ അമ്മയ്ക്ക് വണ്ടിയിൽ പോകുമ്പോ സ്പീഡ് ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടിയാണ്. എന്റെ കൂടെ ഇരിക്കുമ്പോഴും 40 above പോയ അമ്മ ഭയങ്കര പ്രശ്നമാണ്. ആ അമ്മ മമ്മൂക്കയുടെ കൂടെ 120-ലാണ് പോയത് ടർബോയില്. അപ്പൊ വീട്ടില് വന്നിട്ട് എപ്പോഴും നൈറ്റ് ഷൂട്ടാണ്. അപ്പൊ അമ്മ വാസ് ലൈക്ക് ആങ്സൈറ്റിയുടെ പീക്കിലാ. രാത്രി വിളിച്ചു ചോദിക്കും, ഇന്ന് മമ്മൂക്കയാണോ വണ്ടി ഓടിക്കണേന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ആണെന്ന് പറഞ്ഞ അമ്മ ഇറങ്ങൂല ഷൂട്ടിന്. ഞാനില്ല, ഞാൻ ഇങ്ങോട്ടേലും ഒളിച്ചോടി പോവാന്ന് പറയും. അത്രയും പാനിക്കായിട്ട് അമ്മ. പക്ഷെ എന്നിട്ടും ആ ചേസ് മൊത്തം അമ്മയുണ്ട്. ടർബോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പിന്നെ നല്ല രസല്ലേ, ക്യാരക്ടർ അടിപൊളിയായിരുന്നു. രസം കാണും. അല്ല അയ്യോ അമ്മ നല്ലോണം ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, അല്ല അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമല്ലോ ഇപ്പം സായി ചേട്ടനുണ്ട്, ബിന്ദു ചേച്ചിയുണ്ട്, ഇപ്പൊ കല്യാണം ഇപ്പൊ സെറ്റിൽ വരുന്നു, ഒരുമിച്ച് തന്നെ വീട്ടിൽ പോകുന്നു. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ക്യാരക്ടർ? അയ്യോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവര് സായിച്ചനും അമ്മയ്ക്കൊക്കെ നേരത്തെ ഇവര് പാക്കപ്പ് വിളിക്കും. ഞാനൊക്കെ രാത്രി വരെ ഉണ്ട്. കൊച്ചിനെ കുറച്ചും കൂടെ പണിയെടുപ്പിച്ചിട്ട് അങ്ങനെ. മാത്രല്ല എപ്പോഴും എല്ലാ ദിവസവും ഒന്നും ഉണ്ടായില്ല. അവരുടെ സീൻ അവര് വരും, അവര് കപ്പിളായിട്ട് ഒക്കെ അവരൊക്കെ അഭിനയിച്ചിട്ട് അവര് പോകും. ഞാൻ വേറെയാണല്ലോ, ഞാൻ വേറെ ക്യാരക്ടർ ചെയ്യുന്നോണ്ട് അങ്ങ് പോയിരുന്നു. ഓക്കെ, അപ്പൊ മധുവിധുവിന്റെ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കിടക്കാട്ടോ. സെഗ്മെന്റ് ഗെയിം, ഇതെല്ലാം മധുവിധു റിലേറ്റഡ് ആണ്. ആ ഗെയിം നിങ്ങൾ ആ രീതിയിൽ എടുക്കണേ. സഞ്ജു ചേട്ടനോട് ചോദിക്കാം, മധുവിധു പോകാൻ പ്ലാൻ ചെയ്തിട്ട് നടക്കാതിരുന്ന ഒരു സ്ഥലം. എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവൂല. സ്റ്റാൻഡേർഡ് അടിച്ചു പറയല്ലേ, ക്ലാസ് വിട്ട് കളിക്കുന്ന വെച്ചാണ് മലേഷ്യ, സിംഗപ്പൂർ. അതാണോ നടക്കാതിരുന്ന സ്ഥലം? ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ എവിടെ പോയേ? പട്ടായ. ഞങ്ങളെങ്ങും പോയില്ല. എവിടെയും പോയി. ഞങ്ങള് മധുവിധു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ലക്ഷ്മിയും കൂടെ ഒരുമിച്ച് ഇതുവരെ ഒരു ഹണിമൂൺ അല്ലെങ്കിൽ ഒരു യാത്ര അങ്ങനെ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല, 7 വർഷത്തിനിടയ്ക്ക് പോയിട്ടില്ല. ഞങ്ങള് പോയത് ഒരു ടീമിന്റെ കൂടെ, ഒരു 8-10 പേരുള്ള മറ്റേ മിഥുന സിനിമയില്ലേ, അതേപോലെയാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. ഒരു വണ്ടിക്കകത്ത് ഞങ്ങൾ എല്ലാവരും പോയി തിരിച്ച് 3 വരെ പോയി തിരിച്ചു വന്നു. ട്രിപ്പ് അത്രേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, വിഷ്ണു ചേട്ടനോ? പോകാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ കറങ്ങിയതേ ഉള്ളൂ. പിന്നെ ദുബായിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ യുദ്ധമായതുകൊണ്ട് ഇനി ഇപ്പൊ ആ പ്രശ്നമില്ല. കുറച്ച് നാളത്തേക്ക് അപ്പൊ റീസെന്റ് ആണോ കഴിഞ്ഞിട്ട് പോകാനൊക്കെ പ്ലാൻ ആയിരുന്നു. ഓക്കെ, കല്യാണിയോട് ചോദിക്കാൻ പിന്നെ എനിക്ക് ഇതാണ് മധുവിധു, ഇതാണ് ഡ്രീം കോസ്റ്റാർ. ഓക്കെ, എനിക്ക് ദൈവം ഉത്തരം അല്ല ഞാൻ ഉത്തരം തരാം. ഫ്യൂച്ചറിൽ അങ്ങനെ വലിയ പ്ലാനിങ് അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് മധുവിധു ഉണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കണേ. അറിഞ്ഞൂടെ ആംസ്റ്റർഡാമിനെ, പാരീസിനെ. ഷർഫൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകാതിരുന്നത്? അല്ലെ, ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല, ഞങ്ങള് ആക്ച്വലി റീവിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഡൽഹി ആയിരുന്നു, താജ്മഹലൊക്കെ. പക്ഷെ അത് പോകാൻ പറ്റിയില്ല. ഓക്കെ, അസീസിക്കൊക്കെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം മിസ്സിംഗ് ആണ്. ഞാൻ അതിരാത്രി റൂമിൽ ഇല്ലേ, ഞാൻ ഷോയ്ക്ക് പോയി ആഗ്രഹിച്ചിട്ട് പോകാത്ത സ്ഥലം അതിന്റെ. അത് ഏത് ക്യാരക്ടറാ ചെയ്ത സ്റ്റേജ് പെർഫോമൻസില്? ക്യാരക്ടർ എന്തായിരുന്നു? എത്ര വർഷം? 10-15 വർഷം. പോകാൻ ഇനി പ്ലാൻ ഇട്ടിട്ട് പോകാതിരുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസങ്ങളൊക്കെ കിട്ടൂലോ ഇവിടെ പോവാ, അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ചെയ്താൽ പോയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമാണ്. ഓക്കെ, സഞ്ജു ചേട്ടാ, മധുവിധുന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്നേ വരെ നടന്നിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പരാതി പറയുന്ന ഒരു സെലിബ്രിറ്റി ഫ്രണ്ട്. എന്റെ കാര്യം പറയുന്ന വേറൊരു ഫ്രണ്ടാണ്. ഇല്ല, മധുവിധുന് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ലടാ, തിരക്ക് കാരണം അങ്ങനൊക്കെ ഇങ്ങനെ പറയുന്ന ചേട്ടൻ എക്സാമ്പിൾ അല്ലേ? ചേട്ടനോട് പറയുന്ന വേറൊരു സെലിബ്രിറ്റി ഫ്രണ്ട്. ജയ് വിഷ്ണു. ഓക്കെ,
അത് ആ, ചേട്ടൻ correct. കെട്ടിയിട്ടില്ലല്ലോ. ജയേഷ് ചേട്ടൻ നിന്നോട് അങ്ങനെ രണ്ട് പിള്ളേരും ഉണ്ട്. അയ്യോ കെട്ടിയതാണോ? നിന്നോട് അങ്ങനെയാണോ പറഞ്ഞത്? അല്ല ഇൻസ്റ്റാഗ്രാമിലൊന്നും ഓ അത് കണ്ടില്ല. വളരെ ഭയങ്കര അതിപ്പോ പുള്ളി public- ഇപ്പോഴും പറയുന്നത് 25 വയസ്സാണ് പുള്ളി പറയുന്നത്. നേരത്തെ 46 കെട്ടിയിട്ടുണ്ടായിരുന്നു. വയസ്സുണ്ട്. ശരിക്കും അത് അങ്ങനെയാണോ? reveal ആയി. ഇല്ല, അത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ അതറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ. അത് reveal ആയി. വിഷ്ണു ചേട്ടനോട് പറയാലോ പരാതി പറയുന്ന ഒരു സെലിബ്രിറ്റി ഫ്രണ്ട്. സെലിബ്രിറ്റി ഫ്രണ്ട്സ് അല്ല എനിക്ക് ഇപ്പൊ ഉള്ള സെലിബ്രിറ്റി ആയിട്ട് ഇപ്പൊ മധുവിധു നമ്മുടെ സിനിമയുടെ പോലെയാണ് നടക്കാത്ത ഒരാളാണ് എന്റെ ഏറ്റവും അടുത്തൊരു സെലിബ്രിറ്റി ഫ്രണ്ട്. നമ്മുടെ റൈറ്റർ തന്നെയാണ് അത്. ജയവിഷ്ണു അല്ല അല്ല. ബിബിനാണ് ആ, അതിന്റെ. ബിബിനാണ്. ആ, ഓക്കേ. ബിബിനാണ് ആള്. സോറി, എല്ലാം ജയവിഷ്ണുവിനിട്ട് കൊടുത്ത കല്യാണിയോട് അങ്ങനെ ശീലമായി പോയെന്നല്ലേ. ആ അന്നില്ല. കല്യാണിയോട് അങ്ങനെ പറയുന്ന ഏതെങ്കിലും സെലിബ്രിറ്റി ഫ്രണ്ട്? ഇല്ല. അങ്ങനെയില്ല. ഷർഫുക്കയോടോ ഓ പറയുന്ന അങ്ങനത്തെ സെലിബ്രിറ്റി ഫ്രണ്ട്? മധുവിന്ദു ആ എടാ പോകാൻ പറ്റിയിട്ടില്ലടാ സമയമില്ല. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ. ഇക്കാടെ ഒരു പ്രശ്നമുണ്ട്, അത് പറയാറുണ്ട് ഇടയ്ക്കിട്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ചോദിച്ചാ ഇങ്ങോട്ടേക്കും പറഞ്ഞു നമുക്ക് ഇവിടെ പരിപാടി എടുത്താൽ വേറൊരുത്തിന്റെ പേരൊക്കെ പറഞ്ഞു എന്തിനാണ് ഇതാവുമ്പോ ഇവിടെ തീരും. അതെ ഇവിടെ തീരും. മധുവിധെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മൂവി സീൻ? അത് ഇൻട്രസ്റ്റിംഗ്. അതെനിക്ക് കിട്ടി. മധുവിധുന്ന് വരുമ്പോ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മൂവി സീൻ? കുഞ്ഞിക്കൂനല്ല ദിലീപേട്ടന്റെയും നവ്യര്. ഓക്കെ, അത് നല്ല സീൻ. അതാണ് ഏറ്റവും ഷർഫിക്ക. എനിക്ക് മറ്റേ മീനത്തിൽ താലികെട്ടില് ചുണ്ടയൊക്കെ ഇട്ടിട്ട് പുള്ളി അത് അടിപൊളിയാണ്. ആപ്പിളൊക്കെ അവളൊക്കെ എന്തൊക്കെ സെറ്റപ്പ് ആയിരുന്നു അല്ലേ. അത് നല്ല ആൻസർ. ഓക്കെ, കല്യാണി. എനിക്ക് പടത്തിന്റെ പേര് ശ്രീനിവാസൻ സാറും മറ്റേ പാർവതി. അതെ വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. എനിക്ക് തന്നെ മൂക്കില് എനിക്ക് പൂവൊക്കെ മീനത്തിൽ വെച്ച് രാവിലെ എഴുന്നേൽക്കുന്നത് മീനത്തിൽ താലികെട്ടാണ്. ക്ലീനത്തിൽ താലികെട്ടാണ് എല്ലാവർക്കും മധുവിധു എന്ന് പറയുമ്പോ വൺ മാൻ ഷോയും ഉണ്ട്. one അതും man നല്ലതാണ്. show. One man show. എനിക്ക് ശ്രീനിയേട്ടൻ്റെ തന്നെയാണ്. ഓ അത് ഇനി മധുവിധ ഇറങ്ങി കഴിയുമ്പത്തേനും ഇതിലത്തെ ഏതെങ്കിലും സീൻ അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുമോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അവിടെ എന്തോ അങ്ങനെയെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉണ്ടെന്നോ. ഓക്കെ ഭയങ്കര പടങ്ങളല്ലേ. ഓക്കെ. ജീവിതത്തിൽ ഒരു മധുവിധു കൂടി പോകണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ വേണ്ടേ. അതിന് പോയിട്ടില്ലല്ലോ, അതിന്റെ എന്താ വേണ്ടെന്ന് പറഞ്ഞേ? അല്ല എന്നാലും വേണ്ടേ. ഷർഫുക്ക ഇനി ഇനി പോണെന്നൊക്കെ അടുത്തിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ഏത് സ്ഥലം ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഇതാണോ ചോദിച്ചേ? അല്ല മധുവിധു ഒന്നും കൂടെ ആഗ്രഹം ഉണ്ടെന്നല്ലേ ചോദിച്ചേ? അല്ല പോണെന്ന് പ്ലാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഉണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ സ്ഥലമല്ലേ റീവിസിറ്റ് ചെയ്യണം ഡൽഹി. അത് തന്നെ. അത് ആ ചോദ്യം ചോദിച്ചെങ്കിൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഉത്തരവല്ലേ പറ്റുള്ളൂ. ഓക്കെ. മധുവിധു ഒരു ക്ലീശ പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ക്ലീഷേ പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? മണ്ടൻ ക്വസ്റ്റൻ അല്ലേ മധുവിധു എന്ന് പറഞ്ഞാൽ ക്ലീശ അല്ലല്ലോ. അത് മധുവിധു ചടങ്ങല്ലേ. മധുവിധു എന്ന് പറഞ്ഞാൽ പുതിയതല്ലേ. പുതിയതല്ല, അതെങ്ങനെ ക്ലീശ? അതല്ല പുതിയ ഡ്രസ് ഇടുന്നത് ക്ലീശ ആയിട്ട് തോന്നുന്നു. അല്ല അത് അങ്ങനെ വേണം, അങ്ങനെ ആചാരമായിട്ട് ഇതിൽ ആചാരം ഓരോരുത്തർ ഇഷ്ടമാണ്. അതെ. അതെങ്ങനെ ചെയ്യാം? നോന്നങ്ങ് പറഞ്ഞാ പോരെ ക്ലീശ പരിപാടി? നോന്ന് ഒരിക്കലും പറയില്ലല്ലോ. ഓക്കെ. അത് ഓരോരുത്തർ ആ മധുവിധു നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് നോക്കും. വേണ്ടാന്ന് അത് പറയും. മാത്രമേ ചോദിക്കുള്ളൂ. കല്യാണം കഴിച്ചു ഇല്ല ഞങ്ങൾ ഞാൻ ഇറങ്ങുവാണ് മോളെ അവള് എന്ന് ഓഫീസിൽ പറഞ്ഞ് ഇറങ്ങും ആരെങ്കിലും. ഇല്ല. ഓക്കെ. നിങ്ങളുടെ മധുവിധിന് സ്യൂട്ട് ആകുന്ന ഒരു റൊമാൻറ്റിക് സോങ്? ആരുടെ മധുവിധുവിന്? നിങ്ങളുടെ ഓരോരുത്തരുടെ മധുവിധിന് സ്യൂട്ട് ആകുന്ന ഒരു റൊമാൻറ്റിക് ഫോൺ സോങ്? മേടിച്ചെടുത്താൽ ഇനിയും ചോദ്യം ഇല്ല തീർന്നു ലാസ്റ്റ് എനിക്ക് ക്വസ്റ്റ്യൻ. വസീകറ. വസീകര. വസീകറ. എന്താ മര്യാദയ്ക്ക് പറ. വസീകര. 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 ചേട്ടാ ഓ അതാണ് സ്യൂട്ട് ആവുന്നേ. അല്ലല്ല. അയ്യോ ഇവന് വേറെ പാട്ടായിരിക്കും. ഓക്കെ. വിഷ്ണു ചേട്ടനോ? എനിക്ക് പറ ചെറുപ്പം. സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നുള്ള തിരുവോണം. തിരുവോണം. ഓക്കെ. ഷർഫുക്ക ഏ? ഷർഫുക്കയ്ക്ക് പാട്ടോ ആ നിങ്ങളുടെ മധുവിധിന് സ്യൂട്ട് ആവുന്ന റൊമാൻറ്റിക് സോങ്? എന്റെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. അതാണ്. ഇവരൊക്കെ സുന്ദരി ഞാനും സുന്ദരി നീയും പറഞ്ഞു, നല്ല പാട്ടാണ്. വസീകര പറഞ്ഞു, അങ്ങനെ വസീകര അല്ലേ. ആ. വസീകരയുടെ മേലെ ഞാൻ എന്ത് പറയാനോ ഒന്നും പറയാനില്ല. ഇത് പറ മറ്റേത് പറ. ഏത്? ആഷിഖ് ബാനെ. ഇവൻ അത് വിചാരിച്ചിട്ടുണ്ടല്ലോ വേറെ സാധനമാണ് പുള്ളിയുടെ തല കിടക്കണത്. അതാ ആഷിഖ് ബാനായല്ലോ, വേറെ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ടൊന്നും ആയിട്ട് ഓർമ്മ വരുന്നില്ല. പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ഓക്കെ. അസീസയ്ക്കൊക്കെ ഓക്കെ.
മധുവിധു നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ മ്യൂസിക് ഒക്കെ ഇറങ്ങിയപ്പോഴത്തേനും ഫീൽ ലൈക്ക് എ ഹോം അല്ലെങ്കിൽ ഫെൽറ്റ് ലൈക്ക് എ ഹോം എന്നാണ് ഷർഫിക്ക. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം ജെല്ലായിട്ട് ജെല്ലായി അല്ല, റെയർ ആയിട്ടാണല്ലോ അങ്ങനെ ഒരു ക്യാപ്ഷൻ അങ്ങനെ ഷർഫിക്ക അങ്ങനെ ഇടണ കണ്ടിട്ടില്ല. ഫെൽറ്റ് ലൈക്ക് എ ഹോം എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഇട്ടേക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഇതിന് മധുവിധു ആണല്ലേ? ആ അല്ല അതാണല്ലോ എന്റെ സത്യം. ഓക്കെ. അത് എപ്പോഴും അത് ഇട്ടത് പുള്ളിനെ സോഷ്യൽ മീഡിയ നോക്കുന്ന അതായിരിക്കും സത്യം. അതാണ് സത്യം. ആ അതാണ് അതെപ്പോ ഇട്ട് ഓക്കെ. അത് പ്രതിച്ഛായൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ലാസ്റ്റ് ആണല്ലേ? അതായിട്ടേക്കുന്നത്. ആണല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ലൈക്ക് ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു, എല്ലാരും അങ്ങനൊക്കെ അല്ല തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് 10-45 ദിവസം ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഫാമിലി പോലെയായിരുന്നു. ഫാമിലി പോലെ തന്നെയായിരുന്നു. ഓക്കെ. ഇത് എവിടെയായിരുന്നു ഇതിന്റെ സെറ്റും കാര്യങ്ങള്, ലൊക്കേഷൻ? അതിരമ്പുഴ. ഓക്കെ. ഒരു പ്രത്യേക കോട്ടയം സ്ലാങ് ഒക്കെ പിടിക്കാൻ അങ്ങനത്തെ അല്ല ഇതാണോ? അല്ല അല്ല അല്ല. സ്ലാങ് ആണ് നമ്മള് അടൂർ, പത്തനംതിട്ട അല്ലെങ്കിൽ ആ സദേൺ സൈഡ് സ്ലാങ് ആണ് കൂടുതലും പിടിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഭയങ്കര രസമായിട്ട് എല്ലാരും അത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ. സഞ്ജു ചേട്ടന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുക്കാൻ സഞ്ജുന്റെ സ്ലാങ് ആണ് ഓൾമോസ്റ്റ് അത്ര നമുക്ക് എത്തില്ല, പക്ഷെ സ്റ്റിൽ എല്ലാരും അതെ അതെ. ഇതാണ് ആ സിനിമയുടെ സ്ലാങ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ക്യാരക്ടർ സഞ്ജു ചെയ്ത നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ ഒരു പരിപാടികളൊക്കെ രസമായിരുന്നു. അപ്പൊ സ്ലാങ്ങിലും നമുക്ക് ഭയങ്കരമായിട്ട് ചില ഹ്യൂമറുകള് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ സഞ്ജു വെച്ചത്. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മുടെ റൈറ്റേഴ്സിന്റെയും ഫ്രണ്ട്സ് ആയിരുന്നു ഇവരെല്ലാരും. അങ്ങനെയാണ് ഞാനും കണക്ട് ചെയ്യാറ്. ഓക്കെ. അപ്പം വിഷു അല്ലെ, വിഷുവിനാണ് റിലീസ് ആകാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും ടയേർഡാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഇനി വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അത് നിങ്ങളുടെ ആൻസേഴ്സിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ വിഷുവിന് അടിപൊളി ആകട്ടെ അല്ലെ, Thank you. എല്ലാവർക്കും ചിരിക്കാൻ Happy പറ്റണം. വിഷു. താങ്ക് യു സോ Happy മച്ച്. വിഷു.